അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ബസ് കയറിയിട്ട് ഈ ഏരിയയിലൂടെ അങ്ങനെ പോയി ഇവിടെ വരെ ഓല് കൊണ്ടുപോകും ബസ്സിൽ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് എന്താണ് ഈ ഏരിയയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പിന്നെ ഫുള്ള് ട്രക്കിംഗ് ആണ്. ഇതാണ് എൻഡ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒടുക്കത്തെ ഡ്രൈവിങ് വരുന്നേ, ഒടുക്കത്തെ ഡ്രൈവിങ്. 200 റുപ്യ വരെ ചാർജ് ഈടാക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ആ റോഡൊക്കെ ഒന്ന് നന്നാക്കിയെന്നുണ്ടെങ്കിൽ പല അവസ്ഥയിലുള്ളവർ വണ്ടിയിലുണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് പരിഗണിക്കണ്ടേ. 200 റുപ്യ ചാർജ് ഈടാക്കണ്ടേ, അതിനുള്ളൊരു ഇതും കൂടി വേണം. അങ്ങനത്തെ ഡ്രൈവിങ്ങും. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ, ട്രാവലിംഗ് വീഡിയോ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മൾ നമ്മളെ റൂം ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. മൂന്നാറിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇരവികുളം, ഒന്ന് മാട്ടുപ്പെട്ടി ഡാമാണ്. അതിന് ശേഷം നമ്മൾ നേരെ നാട്ടിലേക്ക് പോവും. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇൻഷാല്ലാ എന്തൊക്കെ കാഴ്ചകളിലൂടെ കാണാനുണ്ട്. പിന്നെ സമയത്തിനനുസരിച്ച് നമ്മളിവിടെയൊക്കെ കറങ്ങും. അപ്പോൾ അതാണ് നമ്മളെ റൂം വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ജനുവരി മാസമാണ്. ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ ആണ്. ഇത് ബാത്റൂം അത്യാവശ്യം തിരക്കടില്ലാത്ത എന്താ പറയുക ഹീറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബാത്റൂമിൽ. അപ്പോൾ വാഷ് ബേസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂം സെറ്റാക്കിയത് വെറും എന്താ പറയുക 1000 റുപ്യക്കാണ്. ഒരു 1500 രൂപ കുറിച്ച് നമ്മൾ സമ്മതിച്ചില്ല. അങ്ങനെ ബാർഗൈനിങ്ങിലൂടെ നമ്മൾ 1000 റുപ്യക്ക് വാങ്ങി റൂം. അപ്പോൾ നമ്മളിതാ കേക്കൊക്കെ ശരിയാക്കി പോവുകയാണ്. ഇൻഷാല്ലാ ഇനി ബാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇൻഷാല്ലാ ബാക്കി കാഴ്ചകൾ അവിടെ നിന്ന് കാണാം. ഇതാണ് നമ്മളെ റൂമിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച. അപ്പോൾ ഇൻഷാല്ലാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇന്നലെ കഴിക്കാൻ പോയ അൽ ബുഖാരി റെസ്റ്റോറൻറ്റിലേക്ക് നല്ല അടിപൊളി ഫുഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നാൽ ഇൻഷാല്ലാ നമ്മൾ പോവാണ്. റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യാണ്. ആദ്മി ബായ് ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഇതൊക്കെ. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം എന്താ പറയുക ഒരു 100 മീറ്റർ നടക്കാനുണ്ടാവുള്ളൂ റൂമിൻ്റെ അടുത്ത്. അത്ര അടുത്താണ് റൂം എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ നേരം വെളുത്തു. നമ്മൾ ഒക്കെ ഫ്രഷായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ മുൻപൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഹോട്ടൽ ബുഖാരി റെസ്റ്റോറൻറ്റ് മൂന്നാറിലെ നല്ല അടിപൊളി എന്താ പറയുക ഫുഡ് കിട്ടുന്ന ഒരു ഏരിയയാണ്. എല്ലാ തരത്തിലുള്ള ഫുഡുകളും അവിടെ ഉണ്ട്. നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും എല്ലാ ഫുഡുകളും അവിടെ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. മൂന്നാറിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് ബുഖാരി റെസ്റ്റോറൻറ്റ്. ഞാനത് എന്താ പറയുക ബാക്കിയുള്ളവർക്ക് കൂടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാണ് മൂന്നാറിലെ ടൗൺ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞത്. അവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൗണിൽ തന്നെയാണ് ഈ ബുഖാരി റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് എന്താ പറയുക ആ ടൗണിൻ്റെ ആ റൗണ്ട് അങ്ങനെ തിരിഞ്ഞു പോയാൽ കിട്ടും. ഈ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫായാലും നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്. എൻ്റെ കൂടെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെ എന്താ പറയുക അവരൊക്കെ എപ്പോഴും അവളിങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളൊക്കെ. നല്ല സപ്പോർട്ടും സഹകരണമൊക്കെ ഉള്ള ടീമായിരുന്നു അവിടുത്തെ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ അല്പം കുറവാണ്. അത് മൂന്നാർ ടൗണിൻ്റെ ഒരു സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ നേരത്തെ ചെന്നാൽ പാർക്കിംഗ് ഏരിയ കിട്ടും. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് നമുക്കവിടെ പാർക്കിംഗ് ഏരിയ കിട്ടി. അപ്പോൾ ഇൻഷാല്ലാ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അൽ ബുഖാരി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ച ആ സ്ഥലത്ത് തന്നെ ഇല്ല എന്താണ് ഇവിടെ ഉള്ളത് നാവും ദോശ ഐറ്റംസൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞു. ഇതാണ് ആ ഹോട്ടലിൻ്റെ ഉൾവശം വരുന്നത്. വളരെ മനോഹരമായ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. നെയ് റോസ്റ്റ്, അതിലൊരു വടയുമുണ്ട്, പിന്നെ സാധാ കറികൾ. എനിക്കൊരു കോഫി വരാം.
അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്താവും മിക്കവാറും ഇരുവികുളം പോകാനാണ് സാധ്യത. അപ്പോൾ സമയം ഏകദേശം 9:15 രാവിലെ. ഇപ്പോൾ ഫ്രഷായി ഇറങ്ങി സമയം കുറച്ച് വൈകി പറഞ്ഞാൽ സമയമാവും നമുക്ക് റെഡിയായി വരുമ്പോഴത്തേന്. ഇതാണ് സംഭവം. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് പോണ കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട് ഇരുവികുളത്തെ കാഴ്ചകൾ ഇൻഷാല്ലാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇൻഷാല്ലാ 3 നെയ്റോസ്റ്റ് വട കോഫി 295 റുപ്യ. കുഴപ്പമില്ല, 70 റുപ്യാണ് ഒരു നെയ്റോസ്റ്റിന് വില വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോവുകയാണ്. ഇനി നേരെ പോണത് ഇരുവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും എല്ലാതും കാണും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുകയാണ്. ഇതാണ് മൂന്നാറിലെ ജുമാ മസ്ജിദ്, ടൗൺ ജുമാ മസ്ജിദ്. എല്ലാ ജാതി എല്ലാ മതസ്ഥരുടെയും ഓരോ ആരാധനാലയങ്ങളും ഇവിടെ ഉണ്ട്. ക്രിസ്ത്യൻസ് ചർച്ച് ഉണ്ട്, അതുപോലെ അമ്പലമുണ്ട്. അമ്പലം എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഈ ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു അമ്പലമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകളും നല്ല അറിവുകളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവെക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും നല്ലൊരു ചാനൽ തന്നെയാണ്. മാത്രവുമല്ല നമ്മുടെ യാത്രയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം കണ്ടു തിരിച്ചു പോരുക എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ ജീവിതങ്ങളും അവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെടുക അതൊക്കെ എന്നും കൂടിയുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു പഠന യാത്ര എന്നും കൂടി വേണമെങ്കിൽ പറയാം. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് യാത്രകളെന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ ആളുകളെക്കുറിച്ച് പഠിക്കുക, അവിടുത്തെ സംസ്കാരങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായ പല കാര്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കാണാത്തതുപോലുള്ള കൃഷി രീതികളും മറ്റൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ അത്തരത്തിലുള്ളൊരു യാത്രകളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നല്ല അറിവുകളൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണ്. മുന്നിൽ കണ്ടില്ലൊരു മല, എത്ര മനോഹരമാണ്. എവിടെ നോക്കിയാൽ ക്യാമറ ഒന്ന് ഓഫാക്കാൻ പോലും തോന്നി. എന്നിട്ടും ഒരുപാട് വീഡിയോകൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം അത്രത്തോളം ഭംഗിയാണ് ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുന്നിൽ മനോഹരമായ ഒരു വലിയ മലനിരകൾ കാണാം. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ മല, അതിനൊരു പ്രത്യേക ഭംഗി വേറെ. അതുപോലെ തന്നെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി ഒക്കെ അധ്വാനിക്കുന്ന ഒരുപാട് കച്ചവടക്കാർ, കൃഷിക്കാരൊക്കെ നമുക്കവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. അത്രക്കും ടോപ്പ് എന്താ പറയുക ഏരിയയാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. വെറുതെ അല്ല, ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർ കൈക്കലാക്കി ഇവിടെ അവരുടെ ഒരു എന്താ പറയുക ഇഷ്ടകേന്ദ്രം കൂടിയായിരുന്നു മൂന്നാർ എന്ന് പറയുന്നത്. ഈ മൂന്നാർ ടൗണിനെ കുറിച്ചും അവിടെ എങ്ങനെയാണ് മൂന്നാർ ടൗൺ ഉണ്ടായത്, അവിടുത്തെ തേയില കൃഷി, അവിടുത്തെ ജീവിതം, അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ, തമിഴന്മാരൊക്കെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ ചാനലിലുണ്ട്, ഇതിൻ്റെ പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്, അതിൽ നോക്കിയാൽ കിട്ടും. കണ്ടില്ലേ മുന്നിലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ എത്ര മനോഹരമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തേയിലത്തോട്ടം തുടങ്ങിയത് ഇവിടെ മൂന്നാറിൽ കണ്ണൻദേവൻ ഹില്ലിലാണ് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇരവികുളം എന്ന് പറയുന്നത്, ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മൂന്നാറിലെ ഏറ്റവും ടോപ്പ് ഒരു ഹിൽ സ്റ്റേഷനും കൂടിയാണ്. അവിടെ നല്ല അടിപൊളി കാലാവസ്ഥ ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ ഇൻഷാല്ലാ നമ്മളതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പോവാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. തണുപ്പുണ്ട്, നല്ല തണുപ്പാണ് ഇവിടെ. റോട്ടിൽ ആൾ കുറവാണ്. സംഭവം സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്, ആളുകൾ കുറവാണ്. അതിന് പോയോക്കട്ടെ. കാണുന്ന ചെടികളൊക്കെ ഇതാ ഈ മലയോര മേഖലകളിൽ കാണുന്ന തരം ഒരു പൂവാണിത്. ഇതിൻ്റെ ഒരു വെറൈറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ധാരാളം സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ ഇവിടെ ഇത് ഇതിൻ്റെയൊക്കെ വെറൈറ്റി സാധനം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ തന്നെയുള്ളൂ. ഇതാ അടുത്തൊരു ചെടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇല്ല ഇങ്ങനത്തെ വെറൈറ്റി ചെടികൾ ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. വരുന്ന വൈക്കലുണ്ട് ഇതുപോലെ ഒരുപാട് ഐറ്റംസുകൾ, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് എന്താ പറയുക ചെടികൾ, പൂക്കളൊക്കെ. ഈ ഇരവികുളം മേലെ കയറിയാൽ അവിടെയും കാണാൻ പറ്റും. പോണ വൈക്കലൊക്കെ തരത്തിലുള്ള ചെടികളുണ്ട്.
കണ്ടില്ലേ? ഇതൊക്കെ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനമൊക്കെ. അതൊക്കെ അതവിടെ ഇങ്ങനെ നിൽക്കണ്. അതുപോലെ ഇത് വേറൊരു സാധനം ഇല്ലേ? ഇത് കണ്ട വയലറ്റിൻ്റെ എന്താ പറയുക വേറൊരു ടൈപ്പാണിത്. ആ വയലറ്റിൻ്റെ ഇല്ല കാറ്റടിക്കും വേറെ റേറ്റ്. ഇതാണ് ആ വൈലറ്റ്, അതിൻ്റെ വേറെ ടൈപ്പ്. ഇത് പിന്നെ അവിടെ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ടെന്ന് പറയാം. അത്രക്കും എന്താ പറയുക പ്രകൃതിപരമായിട്ടുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടറും ഇതൊക്കെ വരുന്ന ഏരിയ വരുന്നത്. ഇവിടുന്ന് ബസ്സിന് വേണം നമ്മൾക്ക് മുകളിലേക്ക് കയറി ചെല്ലാൻ. അവിടുന്ന് പിന്നെ ട്രക്കിംഗ് ഉണ്ട്. കണ്ടില്ലേ? ഇത് കണ്ട ഓരോ ഇഷ്ടം ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ക്യാരറ്റ്, അതാ ഫ്രഷ് ക്യാരറ്റ്. ഇതാ തിരിച്ചു വരുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് കയറി ടിക്കറ്റ് കൗണ്ടറോട്ട് തന്നെ ഞാൻ തന്നെ പോകാമല്ലേ? അപ്പോൾ അതിൻ്റെ നോട്ടീസ് ഇൻഫർമേഷനാണിത്. വെൽക്കം ടു ഇരവികുളം നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് റൂൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പാലിച്ചിട്ട് വേണം നമ്മളിവിടെ എന്താ ചെയ്യാൻ കയറാൻ. അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും, ശിക്ഷാ നടപടികളുണ്ടാവും, അതൊക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇതാണ് അതിൻ്റെ മാപ്പ് വരുന്നത്. നാഷണൽ പാർക്ക് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാപ്പ് പോലെ തയ്യാറാക്കിയത്. അതിൻ്റെ എൻഡ് ടൂറിസം സോണും അതുപോലെ സെൽഫി പോയിൻ്റ്, പിന്നെ കുറിഞ്ഞി ഗാർഡൻ. ഇവിടെ നീലക്കുറിഞ്ഞി പൂക്കണ ഒരു സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഗാർഡൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ സ്പ്രിംഗ് വാട്ടർ, പിന്നെ ഈ ടോയ്ലറ്റ് ഉണ്ട്, എക്കോ ഷോപ്പ്, ടോയ്ലറ്റ്, കഫ്റ്റേരിയ, വിസിറ്റേഴ്സ് ലോഞ്ച്, പിന്നെ ഇരവികുളം നാഷണൽ പാർക്ക് വാട്ടർഫാൾസ്, ചിൽഡ്രൻ സ്പോട്ട്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ്, ബസ് ഗാരേജ്, പിന്നെ ഓഫീസ് ഓഫ് അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ്, പിന്നെ സോളോ ഫസ്റ്റ്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് പാർക്കിങ്ങിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ബസ് കയറിയിട്ട് ഈ ഏരിയയിലൂടെ അങ്ങനെ പോയി ഇവിടെ വരെ ഓല് കൊണ്ടുപോകും ബസ്സിൽ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് എന്താണ് ഈ ഏരിയയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പിന്നെ ഫുള്ള് ട്രക്കിംഗ് ആണ്. ഇതാണ് എൻഡ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പോയി നോക്കാം. അവിടെ എത്തിയിട്ട് കാണാം. സംഭവം അടിപൊളി. കാരണം അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നോക്കട്ടെ. ടിക്കറ്റ് എന്താ ചാർജ് നമുക്ക് അറിയില്ല. ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഞാനിതിൽ അറിയിക്കാം. വേണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഇവിടുത്തെ 2 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. 2 വീലറിനേ ഉള്ളൂ. കാറിനവിടെ ഉള്ളിലുണ്ട് തോന്നണേ. അതിന് എന്താ പാർക്കിംഗ് ഫീ ഉണ്ടാവും. പുറത്ത് വണ്ടിയിട്ടാൽ പിന്നെ അത് ഉണ്ടാവില്ല. അതിൻ്റെ റിസ്ക് നമ്മൾക്കായിരിക്കുന്നു മാത്രം. സേഫ്റ്റി റിസ്ക്കും കാര്യങ്ങളൊക്കെ അവിടെ അത് എഴുതിച്ചിരിക്കുന്നു. പാർക്കിംഗ് ടിക്കറ്റിംഗ് സെൻറ്റർ എന്നൊക്കെ. ആ കാണുന്ന മല അതാണ് നമുക്ക് കയറി പോകാനുള്ളത് ബസ്. ഇവിടുത്തെ എന്താ പറയുക തട്ടുകടയിലടക്കം എന്താ പറയുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. ഇവർക്കാണ് ഇതിൻ്റെ ചുമതലയും ഡ്യൂട്ടി. കണ്ടില്ല യൂണിഫോമിൽ ഇവർക്കാണ് ഇതിൻ്റെ ഇൻചാർജും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഒഫീഷ്യലി ഒക്കെ യൂണിഫോമിലാണ്. ഏത് അതെന്തോ കച്ചവട സംഭവമാണ്. തേയില കാര്യങ്ങളെന്തോ ആണ്. ഇവിടുത്തെ ഇൻഫർമേഷനാണിത്. ഇരവികുളം നാഷണൽ പാർക്ക് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് 5th മൈൽ ടൂറിസം സോൺ ആനിവേഴ്സ് സംഭവം കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ടിക്കറ്റ് എടുക്കാൻ പോയോ? ഇല്ല, ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണ്ടി വെച്ചാൽ ബിസ്ക്കറ്റ്, ബണ്ണ്, അങ്ങനത്തെ സംഗതികളൊക്കെ. പോപ്കോൺ 50 റുപ്യ, സ്വീറ്റ് കോൺ 50 റുപ്യ എഴുതി വെച്ചിരുന്നത്. റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. അതുകൊണ്ട് ക്യാഷ് കൊണ്ടായിരിക്കും ചിലപ്പോൾ
എന്ത് ചെയ്യേണ്ടി വരിക, പേ ചെയ്യേണ്ടി വരും. അതുപോലെ വിദേശികൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലാണ്. ഒന്നുകിൽ കാർഡായിട്ട് വരിക, അല്ലെങ്കിൽ ഇവിടുന്ന് അവർ എന്താ പറയുക വൈഫൈ ഉണ്ട്. ക്യാഷ് ഇവർ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഇവരെ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടൊക്കെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ അതന്നെ അടിച്ചിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ പറ്റാം. അപ്പോൾ ഇങ്ങനെ അതുപോലെ സ്കാൻ ചെയ്തിട്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയണത്. അപ്പോൾ അതൊന്നും ഓർമ്മയിലുണ്ടായിക്കോട്ടെ. കാർഡ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വൈഫൈ വെച്ചിട്ട് എന്ത് ചെയ്യാം, നെറ്റ് എടുത്തിട്ട് പേയ്മെൻറ്റ് അങ്ങനെ ചെയ്യാം. ഇവരെ ചെയ്തുതരും. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ മക്കളെ കുറച്ച് നേരത്തെ അംഗത്തിന് ശേഷം നമുക്ക് ടിക്കറ്റ് കിട്ടിയതാണ്. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ പിന്നെ അല്ല അതിൻ്റെ എവിടുന്നാണ് ഇതിൻ്റെ എൻട്രി ആവുക അല്ലേ? എന്താണ് നീലക്കുറിഞ്ഞി തോന്നണേ? ഇന്നത് കൂടെ ഇങ്ങനെ ബൂപ്പ് വരും. മറ്റെന്താ പറയുക, എയർപോർട്ട് ലോഞ്ച് മാതിരിയൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. എന്ത് പരിയാടിൻ്റെ ഡെമോ ലോട്ട് ബട്ട് നോട്ട് ടച്ച് ദം. ഇഷ്ടപ്പെടാം പക്ഷേ തൊടാൻ പാടില്ല. ഇത് എവിടെയാണ് കാണിക്കേണ്ടത്? എന്തൊക്കെ ആർക്കും ഒന്നും തന്നെ രണ്ടാൾ മലയാളി. നാഷണൽ പാർക്ക് മൊത്തം 97 സ്ക്വയർ കിലോമീറ്ററാണ്. 97 സ്ക്വയർ കിലോമീറ്റർ 97 കറക്റ്റ് വിടത്തില്ല. ഇത് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നേരെ പോകും, അവിടെ ബസ് കാണും. തിരിച്ച് ഈ വഴിക്കാൻ വന്ന 92 സ്ക്വയർ കിലോമീറ്റർ നിങ്ങൾ അതും കറക്റ്റ് വിടത്തില്ല. ആ 92 ഇതിലേ കാണാം, തിരിച്ച് വഴിയേ കാണാം. 100 രൂപ ടിക്കറ്റ്. അതെന്ത് പരിപാടി? പോകാൻ പറ്റാത്ത സ്ഥലം 100 രൂപ പോകാൻ പറ്റാത്ത സ്ഥലം പോകാൻ പറ്റാത്ത സ്ഥലം ആ കാണുന്നത് അത് കാണാനൊന്നുമില്ല. ബസ് അപ്പോൾ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുക്കാം, നേരെ പോവാം. ടിക്കറ്റ് കളയരുത്, പോയാൽ കുഴപ്പമില്ല. അവിടെ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ബസ് കയറുക. അവിടെ ഒരു ബസ് ഫുള്ളാവുന്നുണ്ട്. വിൻഡോ സീറ്റ് ഇട്ടണം, എന്നാലേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചണ്ടെങ്കിൽ പകർത്താൻ പറ്റുള്ളൂ. ആകെ വരികയല്ലോ. അല്ലാ, ഒരുപാട് കറങ്ങാണ്ടല്ലോ ഇത്. ഔഷധത്തോട്ടം ഇതാണ് കേട്ടോ മൗണ്ടിൻ്റെ വ്യൂ വരുന്നത്. ആദ്യം അവിടുന്ന് താഴത്തുനിന്ന് ഇരുന്ന് കൊണ്ടുപോയിരുന്നത്, അതിങ്ങനെ ആക്കിയതാ. ഇതാണ് ഇരവികുളം എന്താ പറയുക മൗണ്ട്. ഇതിൻ്റെ മുകൾക്കാണ് നമുക്ക് ബസ്സിൽ ഇനി കയറി പോകാനുള്ളത്. ഇങ്ങനെ കറങ്ങി ബാക്ക് സൈഡിൽ കൂടെ ആ കാണുന്ന തേയിലത്തോട്ടത്തിൽ കൂടെ അങ്ങനെ കറങ്ങിപ്പോവും. ഇതെന്തോ ഔഷധത്തോട്ടാണെന്നാണ് പറഞ്ഞത് ഈ കാണുന്നത്. ഓർക്കിഡ് ഇഷ്ടം പോലെ. ഇതൊക്കെ ഔഷധ ചെടികളാണെന്നാണ് പറയുന്നത്. ഓ ഭയങ്കര ക്രൗഡാണ്. ഏതായാലും ബസ് കയറിയിട്ട് വീഡിയോ എടുക്കാതാണല്ലേ. അപ്പോൾ ഇതാണ് വണ്ടികൾ. ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. കുറേ നേരം വെയിറ്റിംഗ് ഉണ്ട് ഇവിടെ. വേഗം ടിക്കറ്റ് എടുക്കുക, വേഗം കയറി അത്രയും ഒഴിവായി കിട്ടും. ഇത് കുറച്ച് അല്ലെങ്കിൽ കുറേ നേരം ഇവിടെ ആൾ തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറി വന്ന സമയത്ത് അത്ര വലിയ തിരക്കുണ്ടായിരുന്നു. പിന്നീട് നല്ല ആളുകൾ വന്നു ബസ്സിലൊക്കെ. കുറച്ച് സമയം അവിടെ നിന്നതോടുകൂടി ടിക്കറ്റ് എടുക്കാൻ കുറച്ച് സമയം പോയി. അതുകൊണ്ട് ഇവിടെ തിരക്ക് കൂടി. അപ്പോൾ വേഗം ടിക്കറ്റ് എടുത്ത് വേഗം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറാം.
ആ ടിക്കറ്റ് ഇനിയും കൊടുക്കണം. ടിക്കറ്റ് അല്ല പോയി. കേറാം. കാല് കൊളുത്തരുത്. ഇവിടെ ഇരുന്നാലോ? അവിടെ വേറെ ആരെങ്കിലും വന്നിരിക്കൂടി. അപ്പോൾ ഇതിലിരുന്നു. അത് ഫയർ എക്സിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബസ് കയറി. നമ്മൾ ബസ് എടുത്തു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോവാണേ, ബസ്സിൽ കയറി പോവാണേ. അങ്ങനെ നമ്മൾ നാഷണൽ പാർക്കൊക്കെ പോവാണ്. ചൂടലാണ്. ബാക്കിലുള്ള വ്യൂ. ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വാട്ടർഫാള്. ഭയങ്കര കുലുക്കാണ് ബസ്. ഓഫ് റോഡ്. ബാക്കത്തെ സീറ്റിലാണ് ഇരുന്നുകളാണ്. ഫുള്ള് തേയിലത്തോട്ടാണിത്. ഏരിയ ഫുള്ള് തേയിലത്തോട്ടാണ്. ബസ് ഒടുക്കത്തെ ഡ്രൈവിംഗ് ആണ്. അന്തം വിട്ട സ്പീഡ് തന്നെ, അന്തം വിട്ട സ്പീഡ്. ജാതി ഡ്രൈവിംഗ്. അടുത്ത ബസ്സാ പോണ്.
അങ്ങനെ ഇരുവികുളം നാഷണൽ പാർക്കിലേക്കുള്ള യാത്രയാണിത്. ബസ്സിൽ കയറിയിട്ടുള്ള യാത്ര. വളരെ മനോഹരമായ കാഴ്ചകളാണ് ചുറ്റിനും കാണാനുള്ളത്. മലനിരകളും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. അതുമാത്രമല്ല ഇതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് നമ്മൾ 200 രൂപ ഒരാൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ബസ്സിൽ അത്യാവശ്യം ആളുകളുണ്ട്, ഫുള്ളാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ റോഡ് അത്രക്ക് പെർഫെക്റ്റ് അല്ല. ഭയങ്കര ചാട്ടം കുലുക്കാണ് റോഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതൊക്കെ നന്നാക്കിയിരുന്നെങ്കിൽ ടൂറിസം മേഖല ഒന്നുകൂടി നന്നാവും. ഇതൊക്കെ ഒരുപാട് ആളുകൾ വിദേശികളൊക്കെ വരുന്നതാണ് ഇവിടെ. അപ്പോൾ അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് കാണാൻ പാടില്ലല്ലോ. ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അടിപൊളിയാണ്. കാഴ്ചകളാണെങ്കിലും മറ്റും അടിപൊളി എന്ന് പറഞ്ഞാൽ ബസ്സൊക്കെ പോകുന്നത് പറഞ്ഞാൽ ഓഫ് റോഡ് ട്രക്കിങ് പോണ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ആ റോഡ് നന്നാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഒറ്റ സിംഗിൾ ലൈൻ റോഡാണുള്ളത്. ഡബിൾ ലൈൻ ആക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ ഉള്ള റോഡ് അത് അടിപൊളിയാക്കിയിരുന്നെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇത് നമ്മൾ പുറത്തെന്തെങ്കിലും മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ക്യാമറ എടുക്കുമ്പോഴേക്കും ഇത് ഗട്ടറിൽ ചാടിയിട്ട് വണ്ടി കുലുങ്ങിയിട്ട് ഒരു ഫോട്ടോ നല്ല വൃത്തിക്ക് കിട്ടാത്ത അവസ്ഥയിലാണ്. ഏകദേശം അവിടെ നിന്ന് 10 മിനിറ്റിൻ്റെ യാത്രയാണ് ഈ നാഷണൽ പാർക്കിൻ്റെ ആ എൻഡിക്കുള്ളത്, ബസ്സിനുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി ആളുകളെ ഇറക്കിയിട്ട് വരുന്ന ബസ്സുകളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏതായാലും വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഓഫ് റോഡിങ് ആണെങ്കിലും. പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ നല്ല അനുഭവം ആയിരിക്കും എന്നും പറയാൻ പറ്റില്ല. കാരണം വല്ല അസുഖമോ കാര്യങ്ങളോ ഊരക്കൊക്കെ വിഷയങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ റോഡ് നന്നായിരുന്നെങ്കിൽ നമുക്ക് കാഴ്ചകൾ നല്ല വൃത്തിക്ക് കാണാനും കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചിത്രീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് എടുക്കാനും സാധിക്കും. ഇത് ഗട്ടറിൽ നമ്മളെന്തെങ്കിലും നല്ല കാഴ്ച കാണുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പോയിട്ട് വണ്ടി ഗട്ടറിൽ അങ്ങോട്ട് ചാടുക. അപ്പോൾ ഈ ഒരു നെഗറ്റീവാണ് ഞാൻ അവിടെ കണ്ടത്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉഷാറാണ്. ഇതിലൂടെ യാത്രയുടെ മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ ഒരു വിഷയം അത് ക്ലിയർ ആണെങ്കിൽ നമുക്കൊരു ഒരു ഡ്രോൺ വിഷ്വൽ കാണുന്നത് പോലെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിട്ട്, അതുപോലെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ കാഴ്ചകൾ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇത് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അവിടെയുള്ള ലോക്കൽസിന് ഉപയോഗിക്കുന്ന റോഡും കൂടിയാണ്. ഇതിൻ്റെ മുകൾക്ക് അങ്ങനെ വഴി അങ്ങനെ പോകുന്നുണ്ട്. അത് നമ്മൾക്ക് ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അടിപൊളിയായിരുന്നുവെങ്കിൽ അതുപോലെ നല്ലൊരു ഡ്രോൺ വിഷ്വൽ കാണുന്നത് രീതിയിലുള്ളൊരു നല്ലൊരു കാഴ്ച നമുക്ക്, നല്ലൊരു അനുഭവം നമുക്ക് അവിടെ കിട്ടും. അത്രക്ക് അടിപൊളിയാണ്. അപ്പോൾ ഈ വണ്ടീൻ്റെ വാഹനത്തിൻ്റെതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. സൗണ്ടും ആകെ ഒച്ചപ്പാടും ബഹളമാണ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 1-2 വിഷയങ്ങൾ വെച്ച് ഇരുത്തി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്.
ഇതൊക്കെ എന്തിനാണ് ഇത്ര വലിയ അമ്പോ മഞ്ഞ മക്കളാ ആദ്യ ഡ്രൈവിംഗ് ആണിത്. ഇതെന്ന് പറഞ്ഞാൽ എന്തിനൊരു പറയാ ആകെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമാണ്. എത്തി ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിയാണ്. ഇവിടെ വരെയാണ് വരെ ബസ് ഉണ്ടാവുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ഇതായി കാണുന്ന ഏരിയയിൽ നടന്ന് പോകണം. അവിടെ പോകാൻ നല്ല വെയിലുണ്ട് കണ്ടിട്ട്, തണുപ്പുണ്ട്. ഏതായാലും വരെ കണ്ടിട്ട് ഇറങ്ങട്ടെ, നമുക്ക് പോകല്ലേ? പോവാ അവിടെ വരാം, വരാണ്ട് ഇറങ്ങിക്കോട്ടെ. ഞാൻ വരയാടിനാണ്ടാ, വരയാടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം, വീഡിയോ എടുത്തു. ഈ സൈഡ് അവിടെ കുറച്ച് നേരം വണ്ടി സൈഡാക്കില്ല ആ സമയത്ത്. ആ എന്ത് പോക്കാണ് ഇയാൾ പൊളിച്ചങ്ങന്മാർ 200 രൂപ വെച്ചിട്ട് റോഡ് ഉണ്ടാക്കി വെച്ചില്ല. അല്ല ഇത് കുഞ്ഞിലെങ്കിലും അത്ഭുതമുള്ളൂ. അമ്മയുടെ ഡ്രൈവിംഗ്. അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒടുക്കത്തെ ഡ്രൈവിംഗ് ആയിരുന്നേ, ഒടുക്കത്തെ ഡ്രൈവിങ്. 200 രൂപ വരെ ചാർജ് ഈടാക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ആ റോഡൊക്കെ നന്നാക്കിയെന്നുണ്ടെങ്കിൽ പല അവസ്ഥയിലുള്ളവരും വണ്ടിയിലുണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് പരിഗണിക്കണ്ടേ. 200 രൂപ ചാർജ് ഈടാക്കണ്ടേ, അതിനുള്ളൊരു ഇതും കൂടി വേണം. അങ്ങനത്തെ ഡ്രൈവിങ്ങും. ഇതാണ് നമ്മുടെ ഓഫ് റോഡ് ഡ്രൈവർ. എന്തോളൂ അപ്പോൾ ഇതുവരെയാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. തണുപ്പൊന്നുമില്ല. ഇങ്ങനെ മേലേക്ക് പോവാം. ഓക്കെ ആണോ? വന്നിട്ട് കുടിക്കല്ലേ? അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതാ അങ്ങോട്ട് മേലെ കൊണ്ടുപോകണത്. ഇല്ല, ഇനി ഇവിടെ നടന്നിട്ട് ഏടിണ്ട. ഇതാണ് ഇവിടുത്തെ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വായിച്ചാൽ വയ്യ. ജാതി ഡ്രൈവിങ് ഏകദേശം 2695 മീറ്ററാണ് തോന്നുന്നുണ്ട്. ദ ഹയസ്റ്റ് പേക്ക് സൗത്ത് ഓഫ് ഹിമാലയാസ്. അതായത് സൗത്ത് ഇന്ത്യൻ്റെ ഹിമാലയം എന്നാണ് ഇങ്ങോട്ട് അറിയപ്പെടുന്നത്. ബാക്കി കഥകളൊക്കെ ഇവിടുത്തെ കാഴ്ച കാണുന്നതോടുകൂടി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു തരാം. ഇവിടെയാണ് അതിൻ്റെ എൻട്രി വരുന്നത്. ഇവിടെ ധാരാളം ചെടികളുണ്ട്. ഇതാ പ്ലാസ്റ്റിക് അലൗഡല്ല. ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും നമ്മുടെ താഴത്തെ കണ്ടില്ല, അതന്നെയാണ് സംഭവം. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ അലൗഡല്ല. വരുമ്പോൾ ഒരു 1.5 വരയാടിനെ കണ്ട്. അടിപൊളി വരയാട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ബ്ലാക്ക് കളറായി കണ്ടില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കാഴ്ചകൾ എങ്ങനെ കാണാം. ഇനി ഇവിടുന്ന് കുറച്ച് മുകൾക്ക് നമുക്ക് നടക്കാനുണ്ട്. റെസ്റ്റ് എടുത്ത് അങ്ങനെ കയറാം. അപ്പോൾ ധാരാളം ആളുകൾ ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതിലും മനോഹരമായ കാഴ്ച നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.